2026 ജൂൺ 15 കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു അഭിമാന ദിവസമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അന്നാണ് കേരളത്തിൽ സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപനം അല്ലെങ്കിൽ തുടക്കം കുറിച്ച ദിനം. കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമായ പദ്ധതിയാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാ പ്രിയദർശിനിയുടെ നാമധേയത്തിൽ ആരംഭിച്ച പ്രിയദർശിനി ബസ് യാത്ര സൗജന്യ പദ്ധതി. കേരളത്തിലെ 3195ഓളം KSRTCയുടെ ഓർഡിനറി ബസ്സിലാണ് ആദ്യഘട്ടം എന്ന നിലയിൽ ഈ സമയത്ത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നത്. തുച്ഛമായ വരുമാനത്തിൽ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ മറ്റ് തൊഴിലിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഒരു ആശ്വാസമാണ് ഈ പദ്ധതി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പദ്ധതി വലിയ ഒരു ആശ്വാസമായി മാറുമ്പോൾ, അല്ലെങ്കിൽ ഈ പദ്ധതി വലിയ ഒരു ആശ്വാസമായി സ്ത്രീകൾക്ക് ഒരു കൈത്താങ്ങായി നിൽക്കുമ്പോഴാണ് അതിന് തുരങ്കം വെക്കാൻ ഹൈക്കോടതിയിൽ ഒരു ഹർജിയുമായി ഒരാൾ കടന്നു വരുന്നത്. ഈ പദ്ധതി നിർത്തലാക്കണം, അല്ലെങ്കിൽ ഈ പദ്ധതി തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹൈക്കോടതി ആ ഹർജി എടുത്ത് തോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം കേരളത്തിലെ സ്ത്രീകളെന്നും കോടീശ്വരന്മാരോ ലക്ഷപ്രഭുക്കളോ അല്ല. അവർക്ക് ഇത്തരത്തിൽ സൗജന്യ യാത്ര ലഭിക്കുമ്പോൾ മാസം ഒരു ചെറിയ തുക മാറ്റിവെക്കാൻ കഴിയും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അത്തരത്തിൽ ഒരു തുക മാറ്റിവെക്കുമ്പോൾ അത് അവർക്ക് മറ്റു അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതിൽ ഉണ്ടായ ഒരു കണ്ണുകടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ഹർജിയുമായി ഏതോ ഒരാൾ കടന്നു വരുന്നത്. എന്നാൽ കോടതി കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുകയും ആ ഹർജി തള്ളുകയുമാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിലെ KSRTC വലിയ ലാഭകരമായ ഒരു പൊതുമേഖലാ സ്ഥാപനമല്ല. ലാഭകരമെന്നല്ല, നഷ്ടത്തിലോടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതിനെ കൈപിടിച്ചുയർത്താൻ സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകുന്നതിനോടൊപ്പം ഈ സ്ത്രീ സൗജന്യ യാത്ര നൽകുന്നതിനെ തുടർന്നുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യതകൾ സർക്കാർ വഹിക്കുമെന്നും പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന് മുമ്പ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ VD സതീശന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഒരു പുതുയുഗ യാത്ര തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് സമാപിക്കുമ്പോഴാണ് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് ഈ സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിച്ചത്. നേരത്തെ കർണാടകയിലും ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും തെലങ്കാനയിലുമെല്ലാം കോൺഗ്രസ് സർക്കാരുകൾ യാഥാർത്ഥ്യമാക്കിയ ആ പദ്ധതി കേരളത്തിലും യാഥാർത്ഥ്യമാക്കും എന്ന് പറഞ്ഞപ്പോൾ ആദ്യം കേരളത്തിലെ സ്ത്രീകൾ തന്നെ നെറ്റി ചൊളിച്ചിരുന്നു. കാരണം എങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നായിരുന്നു അവരുടെ ചോദ്യം. എന്നാൽ അധികാരത്തിലേറി 30 ദിവസം കഴിയുന്നതിന് മുമ്പ് 2026 ജൂൺ മാസം 15 രാവിലെ 9 മണിക്ക് ആ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് കേരളത്തിലെ സ്ത്രീകൾക്ക് 3195ഓളം KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയ്ക്ക് കളമൊരുക്കിയിരിക്കുന്നു സർക്കാർ. 100 ദിവസം ഇത് പഠിച്ചതിന് ശേഷം മറ്റു ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 8 ദിവസമായിട്ടുള്ളൂ ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട്. അതിനുള്ളിൽ തന്നെ ഈ പദ്ധതിയെ തകർക്കാനും ഈ പദ്ധതിക്ക് തുരങ്കം വെക്കാനും പഠിച്ച പണി 18 പലരും നോക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇപ്പോൾ സ്വകാര്യ ബസ് മുതലാളിമാർ ഈ പദ്ധതിക്ക് തുരങ്കം വെക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. 1-ാം തീയതി മുതൽ ജൂലൈ 1 മുതൽ സ്വകാര്യ ബസ്സുകൾ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും ഈ പദ്ധതിയെ ബാധിക്കില്ല. സർക്കാർ കൃത്യമായി അതിന് പണം നൽകി KSRTCയെ കൈപിടിച്ചുയർത്തുന്നതിനോടൊപ്പം കേരളത്തിലെ സ്ത്രീകൾക്ക് ആശ്വാസമായി, സാമ്പത്തികമായി അവർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിൽ, സാമ്പത്തികമായി അവർക്കൊരു ചെറിയ തുക മാറ്റിവെക്കാവുന്ന തരത്തിലാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ആ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ അവർക്ക് സർക്കാരിന് കൈയടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും പ്രിയദർശിനി യാത്ര ഒരു വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. ആ വലിയ വിജയത്തിൽ അലോസരപ്പെട്ടവരാണ് ഇത്തരത്തിൽ ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. കോടതി അത് നിഷ്കരണം തള്ളുകയും ചെയ്തിട്ടുണ്ട്.